നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് പിണറായി വിജയന് മുൻപിൽ ഉമ്മൻചാണ്ടിക്ക് ജയ്വിളി. അണികളല്ല, കുഞ്ഞുഞ്ഞിനെ നെഞ്ചേറ്റിയ കടലിന്റെ മക്കളാണ് ജയ്വിളിച്ചത്. ഇതോടെ പിണറായി വിജയൻ സഖാവ് കട്ടക്കലിപ്പിൽ കലിതുള്ളി നിൽക്കുന്നു. തന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയെന്ന് പിണറായിക്ക് ബോധ്യപ്പെടുന്നു. വിഴിഞ്ഞം തന്റെ ക്രെഡിറ്റിലാക്കാൻ നോക്കുമ്പോഴും ഉയരുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര്. ജനമനസ്സുകളിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി നിറഞ്ഞു നിൽക്കുകയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ കടന്നുപോകാൻ കഴിയില്ല കേരളത്തിന്. കാരണം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. വിഴിഞ്ഞത്തിന്റെ പേരിൽ കുറച്ചൊന്നുമല്ല പിണറായി കൂട്ടർ അദ്ദേഹത്തെ വേട്ടയാടിയത്. വർഷങ്ങൾക്ക് മുന്നേ സാധ്യമാകേണ്ട ഒരു പദ്ധതിയുടെ കടയ്ക്കൽ അന്ന് കത്തിവെച്ചവരാണ് ഇന്ന് വിഴിഞ്ഞം പൊൻതൂവലെന്ന് തള്ളുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് 2000 കണ്ടെയ്നറുമായി ആദ്യ ചരക്ക് കപ്പൽ എത്തിയതിന് പിന്നിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികസന കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവുമാണെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാകില്ല. ഈ പറയുന്ന പിണറായി വിജയന് പോലും കഴിയില്ല. പലതരത്തിൽ ഉടക്കും പാരകളും കൊണ്ട് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമങ്ങളുണ്ടായി. ഒരുപാട് വൈതരണികളെ മറികടന്നാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞത്. തുറമുഖ നിർമ്മാണത്തിനായി ടെൻഡർ വിളിച്ച ഘട്ടത്തിൽ ഒരു കമ്പനി പോലും ടെൻഡർ രേഖ സമർപ്പിക്കാതിരുന്നിട്ടും ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലാണ് അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് തുറമുഖ പണി തീർത്ത് കപ്പൽ വന്നതെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. 2015 ഡിസംബർ 5 പദ്ധതിക്ക് തറക്കല്ലിടുകയും വലിയ കോലാഹലങ്ങളില്ലാതെ 250 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തത് UDF സർക്കാരായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരാളുടെ നിശ്ചയദാർഢ്യമായിരുന്നു അതിന് പിന്നിൽ. തറക്കല്ലിട്ട് 9 കൊല്ലത്തിന് ശേഷമാണ് പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായത് എന്നതാണ് വസ്തുത. CPMകാർ ഇന്നിപ്പോൾ പറയുന്നത് ഒരു കല്ലുകൊണ്ടിട്ട ഉമ്മൻചാണ്ടി എങ്ങനെയാണ് വിഴിഞ്ഞത്തിന്റെ പിതാവാകുന്നത് എന്നാണ്. എന്നാൽ അദാനിയെ കൊണ്ടുവരാനും പിന്നീട് ഈ പദ്ധതിക്ക് വേണ്ടി അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കാനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി തെളിച്ച വഴിയിലൂടെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പിണറായി നടന്നെടുത്തത് എന്നതിൽ ഒരു സംശയവും ഇല്ല. ഇത് രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല, ഇതാണ് വസ്തുത എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ പേരിൽ പിണറായി എല്ലാ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ നിൽക്കേണ്ടതില്ല. കാരണം ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ കഷ്ടപ്പാട് എന്താണെന്നും അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നതും. വിഴിഞ്ഞത്തെ മുഴുവനായും വിഴുങ്ങാൻ നിൽക്കുന്ന പിണറായിയോട് പറയാനുള്ളത്, രാഷ്ട്രീയ മര്യാദ എന്നൊന്നുണ്ടെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കൾ തുറന്നു പറയണം. 6000 കോടിയുടെ അഴിമതി എന്നും പറഞ്ഞ് സഖാക്കളെ അണിനിരത്തി ഉമ്മൻചാണ്ടിക്കെതിരെ സമരത്തിനിറക്കിയത് പിണറായി വിജയനായിരുന്നു. അതിന്റെ ബുദ്ധികേന്ദ്രം നിങ്ങളായിരുന്നു. ഇന്ന് വിഴിഞ്ഞം പക്ഷേ വികസനമാണത്രേ. കോൺഗ്രസിൽ നിന്ന് പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം വരുന്നുണ്ട്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കളൊക്കെ രാഷ്ട്രീയം വെച്ച് പറയുന്നതാകാം എന്ന് നമുക്ക് കരുതാം. അവർ രാഷ്ട്രീയം പറയുകയാണ്. കാരണം ഉമ്മൻചാണ്ടിയെ കൂടെ നിന്ന് കാലുവാരിയവരും ഈ കോൺഗ്രസിന്റെ കൂട്ടത്തിലുണ്ടല്ലോ. പക്ഷേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അധികാരം കിട്ടണമെങ്കിൽ, അതായത് കോൺഗ്രസിന് അധികാരം കിട്ടണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ തന്നെ മുന്നിൽ നിർത്തണം. മരിച്ചിട്ടും ഉമ്മൻചാണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ ബലമെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. വിഴിഞ്ഞത്തിന്റെ പേരിലും വോട്ട് തട്ടാൻ കോൺഗ്രസ് ഇറങ്ങുമെന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ കൂടെ അന്ന് നിൽക്കാത്ത പല നേതാക്കളും ഇന്ന് രംഗത്ത് വന്ന് പറയുന്നുണ്ട് വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെ. ആ മനുഷ്യനെ കൂടെ നിന്നവരും കാലുവാരിയിട്ടുണ്ട്, എതിർ പാർട്ടിക്കാരും കാലുവാരിയിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ ഇന്നിപ്പോൾ കോൺഗ്രസുകാർ വിഴിഞ്ഞത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി, പുതുചരിത്രം പിറന്നു. 2015 ഡിസംബർ 5 തറക്കല്ലിട്ട പദ്ധതി നിറഞ്ഞ സന്തോഷവും അഭിമാനവുമാണ്. കാരണം വിഴിഞ്ഞം UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണ് എന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ.
കടൽ കൊള്ളയെന്നെഴുതിയത് CPM മുഖപത്രമായ ദേശാഭിമാനി. അന്ന് ഉമ്മൻചാണ്ടിയെയും UDFനെയും അപഹസിച്ചവർ ഇന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണ്! വിഴിഞ്ഞം UDF കുഞ്ഞാണ്, അത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. ഓർമ്മകളെ ആട്ടിപ്പായിക്കുന്നവരും മറവി അനുഗ്രഹമായിരിക്കുന്നവരും ഉണ്ട്. അവർക്ക് വേണ്ടി ഇതിവിടെ കിടന്നോട്ടെ. ഇതായിരുന്നു VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. കേരളത്തിന്റെ വികസനത്തിന്റെ മുഖമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ അത് പിണറായി സർക്കാർ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച UDF നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് പിണറായി സർക്കാർ പാടെ ഒഴിവാക്കി അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ളയെന്ന് വിശേഷിപ്പിച്ച പദ്ധതിയെ പിണറായി വിജയൻ ഇന്നിപ്പോൾ തന്റെ ഇച്ഛാശക്തിയെന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം കേരളീയ സമൂഹത്തിന് ബോധ്യമാകും. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായപ്പോഴും UDF നേതാക്കളെ ഒഴിവാക്കുന്ന പിണറായി സർക്കാരിന്റെ അല്പത്തരം പ്രകടമായി എന്നും സുധാകരൻ തുറന്നടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പിണറായിക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസുകാർ പറയുന്നതിലും വസ്തുതയുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി നിർത്താൻ കഴിയുന്നതല്ല വിഴിഞ്ഞത്ത് നിന്ന്. ആ മനുഷ്യനാണ് അവിടെ വിഴിഞ്ഞത്ത് തലയെടുപ്പോടെ നിൽക്കേണ്ടത്. തലയെടുപ്പോടെ നിൽക്കുന്നതും ആ മനുഷ്യൻ തന്നെയാണ്. കാരണം അവിടെ ഉയരുന്നത് ഉമ്മൻചാണ്ടിക്കുള്ള ജയ്വിളിയാണ്. 8 വർഷം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ നയിച്ച CPMഉം ഇടതുമുന്നണിയും സർവ്വശക്തിയും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച പദ്ധതിയെയാണ് ഇപ്പോൾ ഈ വിധം വാഴ്ത്തിപ്പാടുന്നത്. പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് കൊണ്ട് അരനൂറ്റാണ്ടാണ് ഈ പദ്ധതി വൈകിപ്പോയത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പൊതുമേഖലയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതിയതിന് പിന്നിലെ അണിയറ രഹസ്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്നൊക്കെയാണ് CPM അന്ന് തള്ളിമറിച്ചത്. ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും കൈകോർത്ത് തീവെട്ടിക്കൊള്ളയുടെ പിന്നിലെ ലക്ഷ്യം 5000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി, ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കുറെ നുണകളാണ് അന്ന് CPM പടച്ചുവിട്ടത്. ഇത് മാത്രമല്ല, നിയമക്കുരുക്കിൽ പെടുത്തി അകത്താക്കാനും നോക്കി പിണറായി കൂട്ടർ. 2016 അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിൽ CAGയും മറ്റും ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ കമ്മീഷൻ പക്ഷേ മുൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ക്ലീൻ ചീറ്റ് നൽകുകയാണുണ്ടായത്. പദ്ധതിയിൽ ആരും അഴിമതി നടത്തിയിട്ടില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തി. രാഷ്ട്രീയ ദുരുപയോഗവും നടന്നിട്ടില്ല എന്ന് വ്യക്തമായി. പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന് തന്നെ കമ്മീഷൻ വിധിയെഴുതി. ഇതോടെയാണ് 5000 കോടിയുടേതടക്കം അഴിമതി കഥ ആവിയായി പോയത്. എത്രയൊക്കെ അടിച്ചുമാറ്റാൻ ശ്രമിച്ചാലും സത്യം പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രിയുടെയും CPM സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പ്രയത്ന ഫലം കൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം സാധ്യമായത്. ഇല്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറം ആ മനുഷ്യന്റെ, അതായത് ഉമ്മൻചാണ്ടിയുടെ കഷ്ടപ്പാടുകൾ കൂടി നിങ്ങൾ വിസ്മരിക്കുകയാണ്. അതിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുകയാണ്. അതിനെ അംഗീകരിച്ച് തരാൻ കഴിയുന്നതല്ല. കാരണം ഇതിന്റെ തുടക്കം കുറിച്ചതും ഇതിനുവേണ്ടി എല്ലാ ചുവടുവെപ്പുകളും നടത്തിയത് ഉമ്മൻചാണ്ടിയാണ്. ആ പാതയിലൂടെയാണ് പിണറായി നടന്ന് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത്. അത് സമ്മതിക്കാൻ എന്തിനാണിത്ര മടിയെന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.